back to my YouTube channel and this is Mahida. In today's video I'm going to show you my Eid day. പെരുന്നാളിൻ്റെ ദിവസം കാണിക്കുന്ന മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ട്രെൻസിക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മെയ് 24 പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഡ്രസ്സ് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ട്രയൽ റൂമിൽ പോയിട്ട്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഒരു എക്സ്പെക്റ്റേഷനുള്ള സംഭവമൊന്നും കിട്ടില്ല. അങ്ങനെ അന്ന് പിന്നെ ഡ്രസ്സൊക്കെ പർച്ചേസ് നമ്മൾ നേരെ വീട്ടിൽ കണ്ടു വന്നത്. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഒന്നിനും നിന്നില്ല. പിന്നെ വേറെ ദിവസമാണ് നമ്മൾ ഷാളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സിസ്റ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ചന്തപ്പടിക്കുള്ള ഒരു മാക്സ് ഫുഡ് വെയർ ആൻഡ് ബാഗ്സ് എന്ന് പറഞ്ഞ കടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. താത്താക്ക് ഡെയിലി യൂസിന് വരുന്ന ചെരുപ്പ് വേണമായിരുന്നു. കടയിലെന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഡെയിലി യൂസിന് പറ്റുന്ന ചെരുപ്പൊന്നും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുറേ വെറൈറ്റി ചപ്പൽസ് ഉണ്ടെങ്കിൽ എനിക്ക് വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ബ്ലാക്കാണ് പിന്നെ നോക്കാൻ പോയത്. ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ളൊന്നും കാണാത്ത നമ്മൾ അത് നോക്കിയില്ല. ഇവിടെ പിന്നെ ബാഗിൻ്റെ കളക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് ബാഗുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പേഴ്സും അതുപോലെ തന്നെ വാളറ്റ്സും എല്ലാം ഉണ്ട്. ഈ ഷോൾഡർ ബാഗ്സ് അങ്ങനത്തെ ബാഗുകളൊക്കെ ഉണ്ട്. ഈ ബാഗൊക്കെ നോക്കുക നല്ല അടിപൊളി ബാഗാണ്. സ്നീക്കേഴ്സ്, ബൂട്ട്സ്, പിന്നെ പറയുകയാണെങ്കിൽ ഫാൻസി ചെരുപ്പിനൊരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചെരുപ്പുകളാണ്. ഫാൻസി ചെരുപ്പുകൾ ഫുള്ള് ഹീലിലും ഫ്ലാറ്റ്സിലൊക്കെ വന്നിട്ട് ഈ ചെരുപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ട്രൈ ആക്കുമ്പോൾ എനിക്കിത് ഫിറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ടൈറ്റ് ആയിരുന്നു കേട്ടോ. വലിയ സൈസ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ സ്റ്റോക്ക് ഔട്ടാണെന്ന്. പിന്നെ ഈ ഒരു ചെരുപ്പ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ സെയിം പ്രോബ്ലം തന്നെ. സംഭവം എനിക്ക് ടൈറ്റാണ്, അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി ഒന്നും കിട്ടാത്തതുകൊണ്ട് അങ്ങനെ നല്ല അടിപൊളി ചെരുപ്പ് ഞാൻ എനിക്ക് കാണിച്ചില്ല. പറഞ്ഞിട്ട് ഇമ്മനെ കൊണ്ടുപോയി സ്ഥലമായിരുന്നു കേട്ടോ, വേറെ ഏതൊരു ഷോപ്പ്. പക്ഷെ അവിടെ നിന്നും എനിക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവസാനം വേറെ ഷോപ്പിൽ പോയി. ഇത് സോപ്നെഹൽ എന്നാണ് ഇതിൻ്റെ പേര്. ചന്തപ്പടിക്കാനുള്ള ഷോപ്പാണ് കേട്ടോ. ഇവിടെയും നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രൗണൊക്കെ ഉണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ സംഭവം എനിക്കിതിൻ്റെ സൈസ് പാകാവുന്നില്ല. അപ്പോൾ ഞാൻ സൈസ് നോക്കുമ്പോൾ അതിൻ്റെ വലുതില്ല. പിന്നെ അവരെനിക്ക് വേറെ കുറേ കളക്ഷൻസ് കാണിച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതും രസമുണ്ട്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ദ പ്രോബ്ലം ഈസ് എനിക്കതൊക്കെ ടൈറ്റാണ്. ബിക്കോസ് എൻ്റെ കാല് വലുതായതുകൊണ്ട് എനിക്കൊന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഷാൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അബായ ഷോപ്പിലാണ് കേട്ടോ പോയത്. ലിയ എന്നായിരുന്നു ഷോപ്പിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷാൾ മേടിച്ചു. അവിടെ എനിക്ക് ജേഴ്സി ഹിജാബ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ എനിക്കത് ലെങ്ത്ത് ഉണ്ടായിരുന്നില്ല. എനിക്ക് കുത്തുമ്പോൾ തീരെ ലെങ്ത്ത് ഇല്ല. ഷാൾ 3 മീറ്ററൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. ഞാൻ സാധാരണ നോർമൽ ഷിഫോണിൻ്റെ വൈറ്റ് ഷാളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സാധനമൊക്കെ മേടിച്ച് ഇറങ്ങുമ്പോൾ 6:55 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കർമ്മയിൽ പോയത് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ചായ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ മഴ പെയ്യൂല എന്നുള്ള ഒരു ഇതിൽ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും നിന്നില്ല. നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേദിവസമാണ്. നമ്മൾ നാളെ പെരുന്നാൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ പോവാണ്. സോ ലെറ്റ് മീ ഷോ ദം ടു യു ഗൈസ്. അങ്ങനെ 3-ാമത്തെ ഷോപ്പിൽ ഞാൻ പോയിട്ട് പിന്നെ ഞാൻ 6-ാം തീയതി വീഡിയോ എടുക്കുന്നത്. നാളെ പെരുന്നാളിൻ്റെ തലേ ദിവസം. അപ്പോൾ നമ്മൾ പെരുന്നാളാണല്ലോ നാളെ. അപ്പം കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ നടത്താൻ വിചാരിച്ചു. മൈലാഞ്ചി ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷേ നമ്മളെ ഡ്രസ്സൊന്നും ചുരിദാർ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇട്ടില്ല. നമ്മളൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ ഒരാളുടെ വീഡിയോ കണ്ടിട്ടായിരുന്നു നമ്മൾ ഈ പാക്ക് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പാണ് നമ്മളന്ന് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്ററിന് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു. ചെരുപ്പിന് അധികം ഹൈറ്റ് പാടില്ല, നല്ല ഭംഗി ഉണ്ടാവണം, കുറച്ച് സ്റ്റാൻഡേർഡ് വേണം എന്നൊക്കെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അധികം ചെരുപ്പ് നല്ലതൊന്നും കണ്ടില്ല എന്നുള്ളത്. ഏകദേശം എൻ്റെ ആളുടെയും സൈസൊക്കെ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൈസിന് ഒത്തിട്ട് നമുക്ക് ഈ ഒരു ചെരുപ്പ് എന്നിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ കുറുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഗ്യാസിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മുഖത്തിടാം. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ കസിൻ്റെ വീട്, എൻ്റെ മാമൻ്റെ വീട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടായിരുന്നു പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടി നമുക്ക് സ്നിക്കേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പാക്ക് ഇടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് എൻ്റെ കസിൻ തന്നെ കുറച്ചൊരു ഫണ്ണി പേഴ്സണാണ്. അപ്പോൾ അവളിങ്ങനെ വർത്താനം പറയുമ്പോൾ നമുക്ക് ചിരി വന്നിട്ട് ചിരിച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ പാക്ക് ഇട്ടിരുന്നത്. എപ്പോഴത്തെ ഒരു മഞ്ഞളുടെ പാക്കാണ്. സത്യം പറഞ്ഞാൽ മഞ്ഞൾ നമ്മളിതിലിട്ടത് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു മഞ്ഞപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം നമുക്ക് ഈദാകുമ്പോഴത്തേനും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ പാക്ക് ഇട്ടതിന് ശേഷം മുഖം കഴുകിയിട്ടുള്ള അവസ്ഥ. ചെറുതായിട്ട് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് മഞ്ഞപ്പുണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ സിസ്റ്റർ എൻ്റെ കസിൻ്റെ കൈമ മൈലാഞ്ചിട്ട് പരീക്ഷിക്കുന്നതാണ്. പക്ഷെ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
വീഡിയോയിൽ ഇപ്പം നിങ്ങൾ കേട്ടത് തെക്കുബീർ ചൊല്ലിട്ട് നമ്മുടെ അടുത്തുള്ള പള്ളിയും തെക്കുബീർ ചൊല്ലിലാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഈദ് ഡേ. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് മുഖമൊക്കെ കഴുകി രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അത് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടപ്പത്തിരി ആയിരുന്നു കേട്ടോ. നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് ഫേമസ് ഒക്കെ ഉള്ളൊരു ഡിഷാണിത്. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ജമാഅത്ത് നിസ്കരിക്കുക ചെയ്തത്. അങ്ങനെ നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ അടുക്കളയിൽ നമ്മുടെ ഇന്നത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയും താത്താരും ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. നമ്മൾ ഇന്നത്തെ ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാല ഒക്കെ സെറ്റ് ആക്കുകയാണ് ഇപ്പം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഈ ഒരു ടോപ്പാണ് ഞങ്ങളന്ന് ട്രെൻഡ്സിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു പാൻറ്റ് ഇടാമെന്നാണ് ഇതിക്ക് വിചാരിച്ചത്. പക്ഷേ അതെനിക്കൊരു വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വേറെ പാൻറ്റ് മാറ്റി ചേഞ്ച് ആക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ കസിൻസും കൂടിയിട്ട് നമ്മൾ കടമറോട്ടിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. കാര്യമായിട്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്ത്. എല്ലാവരും കൂടിയിട്ട് ഒപ്പം നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഇതുമ്പാർക്കും അറിയാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അധികം നെയ്ബേഴ്സൊന്നും ഇല്ലാന്നെങ്കിലും ഉള്ളിടത്തേക്കൊക്കെ 2 വീട്ടിലേക്ക് ഞങ്ങൾ പോയി ഈദുമ്പാർക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള വീട്ടിലത്തെ ഒരു താത്താൻ്റെ അവിടേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് നേരം ആടി. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ കസിൻസ് കേട്ടോ. ഇത്ര മാത്രമല്ല ഇനിയും ഉണ്ട്. പിന്നെ ആ ദിവസം ഫുള്ള് ചില്ലായിട്ട് പിറ്റേ ദിവസം എല്ലാ കസിൻസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രേ ഉള്ളൂ അപ്പോൾ ഇത് വ്ളോഗ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ള വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.